ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്സ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 8 സ്ലൈസ് ബ്രെഡിൻ്റെയും ഈ സൈഡിലെ ഈ ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് 4ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ബ്രെഡ് പൊരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ ഈ ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. പഞ്ചസാരയും ഏലക്കായും നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുട്ടയാണ്. ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഈ എഗ്ഗ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കാം. നമുക്ക് എത്രത്തോളം ബാറ്റർ തയ്യാറാക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കുന്ന കോഴിമുട്ടയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് സ്വല്പം ഒരു ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കട്ടകൾ കുടച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഇനി അതിലേക്ക് നമ്മളിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായും ചേർത്തിട്ടുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നമ്മൾ എഗ്ഗിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കട്ടകൾ കുടച്ചിട്ട് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ. സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നെയ്യിലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഈ ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതിന് സമയത്ത് നമ്മുടെ ബാറ്റർ ഓവറായിട്ട് ലൂസായി പോയത് അതുപോലെ തന്നെ ഓവറായിട്ട് തിക്കായി പോകരുത്. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രത്തോളം പൊടി എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കോഴിമുട്ട ഉടച്ച് പാറുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ ബ്രെഡിൻ്റെ ഒരു വശമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് വരിക. ഇപ്പം അതാ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പാനിൽ നിന്ന് കോരി മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നെയ്യൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ അടുത്ത ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. കൂടാതെ നമ്മളിത് പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഇത്. ബ്രെഡ് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്